ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കഫേയിലേക്കാണ്. അതിനുശേഷം ഒരു ഷോപ്പിംഗ് മോളിലേക്കും കൂടി പോകുന്നുണ്ട്. സ്ഥലം പട്ടാമ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. വേറെ ഒന്നുമില്ല, ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു, അതുപോലെ തന്നെ ജസ്റ്റ് മുടിയൊന്ന് ചീകുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ സിസ്റ്ററാണ്, അതായത് ചേച്ചീൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവളും എൻ്റെ നേരെ താഴെയുള്ള സിസ്റ്റർ നിമിത, അവളും കൂടി എൻ്റെ കൂടെ പോരുന്നുണ്ട്. അപ്പം ഞങ്ങൾ മൂന്നാളും ഇന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുടിയൊക്കെ ചീകി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഗൈസ്, നമ്മളിതാ പട്ടാമ്പി എത്തിയിരിക്കുകയാണ്. അപ്പോൾ പട്ടാമ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും, പാലക്കാട് ജില്ലയിലാണ് പട്ടാമ്പി വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഫസ്റ്റ് ഒരു കഫേയിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ കഫേ എവിടെയെന്ന് വെച്ചാൽ പട്ടാമ്പി അലക്സ് തിയേറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് സ്നാക്ക് എന്നാണ് ഈ ഒരു കോഫി ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ബേക്കറി ഐറ്റംസും കാര്യങ്ങളും നല്ല അടിപൊളി വെറൈറ്റി സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് അവിടേക്ക് പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ എന്താണ് കഴിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഒരു ഷവർമയും അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച്, പിന്നെ ഒരു കോഫി, പിന്നെ ഒരു ലൈമും കൂടി ഓർഡർ ചെയ്തു. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കഫേൻ്റെ ഉള്ളിൽ, അതായത് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്. അവിടെ നല്ല അടിപൊളി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി ഇതൊന്നും തകർത്ത് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആദ്യം വന്നത് നമ്മുടെ വെജ് സാൻഡ്വിച്ചാണ്. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ അത് എടുക്കുന്നത്. പിന്നെ ഷവർമ വന്നത് കുറച്ച് ലേറ്റായിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ മൂന്നാളും തട്ടിപ്പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. പക്ഷേ എനിക്കിഷ്ടമായത് അടുത്തത് വന്ന ഷവർമയാണ് കേട്ടോ. അപ്പോൾ ഷവർമ നല്ല അടിപൊളി സൂപ്പർ ഷവർമയായിരുന്നു. കുറച്ച് നല്ല സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കോഫീനെ കുറിച്ച് പറയണ്ടല്ലോ. പിന്നെ ഇതുപോലെ തന്നെ ലൈമും ഞങ്ങൾ അങ്ങനെ കഴിച്ച് ഏകദേശം ഒക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. പിന്നെ അവിടുന്ന് ഇറങ്ങണതിൻ്റെ മുന്നേ തന്നെ അവിടെ വാളാർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല സൂപ്പറായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ പോകുന്നത് നെസ്റ്റോ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് മോളിലേക്കാണ്. അപ്പോൾ ഇത് പുതിയതായി വന്നൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ അതിൻ്റെ മുന്നിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ ഈ ഒരു ബിൽഡിംഗ്, അതായത് ഈ ഷോപ്പിനെ കുറിച്ചിട്ട് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് അവിടെ പോയി ഒന്ന് കറങ്ങി വരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ചൊന്നും വാങ്ങുന്നൊന്നുമില്ല കേട്ടോ. ഇനി അഥവാ എന്തെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും നമൃതയും നിമിതയും കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ എൻട്രൻസിലെത്തി. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊന്നും നമ്മളൊന്നും വാങ്ങിയില്ല. പിന്നെ നേരെ മുകളിലത്തെ നിലയിലോട്ട് പോയി. അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു തിയേറ്റർ ഉണ്ട്. തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഗരുഡ തിയേറ്ററാണ്. അപ്പോൾ സിനിമ കാണാൻ ഇനി ഞങ്ങൾ പിന്നെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഗൈസ്. പിന്നീട് ഞങ്ങൾ കുറച്ച് നേരം അതിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഇവിടെ തൃശ്ശൂരുള്ള ശോഭ സിറ്റിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പോലെയാണ്. പക്ഷെ അത്ര ഒരു വലിയ ബിൽഡിംഗ് ഒന്നുമല്ല, എന്നാൽ ഒരു മീഡിയം സൈസിലായിരുന്നു അവിടുത്തെ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ താഴെ കുറച്ച് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വിട പറയുകയാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ടാറ്റാ, ബൈ.